മേക്കപ്പ് എല്ലാം പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഞങ്ങൾ ഇടുക്കി വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുവാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4 മണിയായിരിക്കും രാവിലെ. ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. ജസ്റ്റ് ഒരു 1 ഡേ റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്ത്. നമ്മൾ ബൈക്കിലാണ് പോകുന്നത് ആക്ച്വലി. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഗൈസ് രാവിലെ ആയതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ തറവാടിയിൽ നിന്ന് ഒരു ഉഴുന്നുവടയും ചായയും കുടിച്ചു. നല്ല അടിപൊളി ചായ ആയിരുന്നു ഗൈസ്. ഞങ്ങൾ യാത്ര പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. നേരമൊക്കെ നല്ല വെളുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റാന്നി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെറുതെ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. നമ്മളെങ്ങോട്ട് പോകണം? നമ്മൾ കുട്ടിക്കാനത്തോട്ടാണ് പോകുന്നത്. ഇനി റൈറ്റ് തിരിഞ്ഞ് നമുക്ക് എരുമേലിയിലോട്ടാണ് കയറാനുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ എരുമേലി റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ചുറ്റും കാടാണ്. ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. നല്ലൊരു വൈബായിരുന്നു ഗൈസ് ഇതിലൂടെ ബൈക്കിൽ പോകാൻ. ഗൈസ്, ഇവിടെ നിറച്ച് റബ്ബർ തോട്ടമാണ്. 2 സൈഡിൽ റബ്ബറാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ്, ഇവിടെ മരമൊക്കെ ഇതുപോലെ ഒടിഞ്ഞു കിടക്കുവാണ് റോഡിൽ.
कैसे घनेरे बदरा घिरे तेरी कमी की बारिश लिए सैलाब जो मेरे सीने में है कोई बताए ये कैसे थमे. ഗൈസ് ആ കാണുന്നതെല്ലാം കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ആണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. कैसे घनेरे बदरा घिरे तेरी कमी की बारिश लिए सैलाब जो मेरे सीने में है कोई बता. കോട വന്നു തുടങ്ങിയിട്ടുണ്ട്. വാട്ടർഫോൾസ് ആണ് ഗൈസ്. നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അവിടെ താഴെ നിൽക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നിൽക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് നിൽക്കാം. ഗൈസ് ഇവിടെ നമ്മൾ വണ്ടിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കുരങ്ങന്മാർ വിത്ത് ഫാമിലി മൊത്തം ഉണ്ട്. കുറേ കുരങ്ങന്മാർ. ഞങ്ങളിപ്പോൾ കുട്ടിക്കാനത്താണുള്ളത്. യെസ്. You said never let me go. You said never let me go.
ഗൈസ് നമ്മളിപ്പോൾ വാഗമണിലുള്ള തങ്ങൾ പാറയിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ദേ ആ മലമുകളിലാണ് കയറാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അവിടെ അടുത്തൊക്കെ ഒത്തിരി റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ല കിടിലാണ് കേട്ടോ. പിന്നെ നല്ല മഞ്ഞ് ഫോഗി ആയിട്ടാണ് ഇരുന്നത്. നടന്ന് ദേ ഇവരൊക്കെ നടന്നു പോകുന്നുണ്ടോ അവിടെ. ഗൈസ് നടന്ന് തളർന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ മല കയറും. സോ ലെറ്റ്സ് ക്ലൈംബ്. ഗൈസ് ഇവിടെ സ്റ്റെപ്പ് കയറി തളർന്നിരിക്കുവാണ്. ഒട്ടക്കുന്നിൻ്റെ മുകളിലിരിക്കുക ഞങ്ങള്. ഇവിടെ നല്ല ഇടികെട്ടി മഴ പെയ്യുമെന്നാ തോന്നുന്നേ. പണി പാളും. കണ്ടോ എൻ്റെ ഗ്ലാസ് കണ്ടോ, മഴത്തുള്ളികളാണ്. മഴ ഇങ്ങനെ പെയ്യുന്നു, ചാറിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ പെയ്ത സീനാവും. കാറ്റുണ്ട് ഗൈസ്. ഇവിടെ വന്ന് കയറിയിരിക്കുമ്പോൾ നല്ലൊരു സമാധാനമൊക്കെ ഉണ്ട്. പക്ഷെ തിരിച്ചെങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ് ഞാൻ. ഐഡിയ ഗൈസ്, നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറിയാലും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. പക്ഷേ ഇപ്പം എന്താ ചെയ്യുക, ഇന്ന് ഫുള്ള് ഫോഗൊക്കെ ആയിട്ട് കവേർഡായിരുന്നു. എന്നാലും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോഴും നല്ല കാറ്റും ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലാണ്. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ നല്ല രീതിയിൽ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഗ് മാറാൻ വെയിറ്റ് ചെയ്ത് നിന്നില്ല. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. നല്ല രസമാണ്, നല്ലൊരു സ്പോട്ടാണത്. അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു കുഞ്ഞ് വാലി പോലെ കണ്ടത്. നമ്മൾ ഉടനെ തന്നെ അവിടെ ഇറങ്ങി ഞാൻ കാലൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴ വന്നത്. പിന്നെ മഴയത്ത് ഇവിടെ എപ്പോഴാണ് വെള്ളം കൂടുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഓടിത്തള്ളി. എന്നാലും ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ വെള്ളച്ചാട്ടത്തിലാണ് ഞാൻ പോയി നിന്നത്. അടിപൊളി. നമ്മൾ പെട്ടു മൊത്തത്തില്. ഒരിടത്തും കയറാൻ പറ്റിയില്ല. ഭയങ്കര മഴ, ഫുള്ള് നനഞ്ഞ്. പക്ഷേ ഈ മഴയത്ത് ബൈക്കിൽ പോകുന്നതും വേറൊരു ഫീല് തന്നെയായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. അത് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും DTPC റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ നമ്മൾ ഓടി അവിടെ കയറി. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഒരു ബിരിയാണിയും പിന്നെ നല്ലൊരു ചൂട് ചായയും പറഞ്ഞു. ബിരിയാണി നമ്മൾ എന്നത്തേനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, നല്ല വിശന്നിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റായിട്ട് തോന്നി. പെട്ടെന്ന് കാലിയാവുകയും ചെയ്തു. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ റൈഡ് സ്റ്റാർട്ടായത്. മഴയൊക്കെ സെയിം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഇടയ്ക്ക് കുറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെയും നല്ല മഴയായിരുന്നു. നമ്മൾ ബിരിയാണിയാണ് കഴിക്കട്ടെ. കൊള്ളാൻ കഴിച്ച് മഴയത്ത് ബിരിയാണി. ഗൈസ്, അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറെല്ലാം ഫുള്ളായിട്ട് നമ്മൾ പിന്നെയും മഴയത്ത് നമ്മുടെ റൈഡ് റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. മഴയത്ത് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും തണുപ്പും പിന്നെ ഈ ഒരു നേച്ചറൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ റൈഡ് ചെയ്യാന്ന് പറയുന്നത്
ആ വേറൊരു ഫീൽ തന്നെയാണ്. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയുക. അങ്ങനെ ഞങ്ങൾ കണ്ട് മഴയത്ത് ഇങ്ങനെ പോവാണ്. ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുതിയ രജിസ്ട്രേഷൻ വണ്ടിയാണെന്ന് തോന്നുന്നു ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുപോവാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു, താഴെ എത്തി. നല്ല വെയിലുണ്ട് ഇവിടെ, നല്ല വെയിൽ, തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ എരുമേലി എത്താറായി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണ് ഗൈസ്. യെസ്, നമ്മൾ ഇനി എത്ര നേരം ഉണ്ട്? ഇനി കുറച്ച് സമയം എടുക്കും. ഇനി കുറച്ച് ആവേശം കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? യൂട്യൂബറിന് വരാൻ ഭയങ്കര ആവേശമായിരുന്നു. ഉറക്കം വരുന്നു. സൈലന്റ് ആണ് ഇവിടെ. സൗണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച ഈ ചീവീടിന്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗായിരുന്നു അല്ലേ? ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗായിരുന്നു. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ്, വലിയ വ്ളോഗൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയി, ഒരു സ്റ്റേ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗായിരുന്നു. എല്ലാവരും മഴ ആയതുകൊണ്ട് വേറൊന്നും അധികം ഒന്നും നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. അവിടെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം മഴയൊക്കെ എൻജോയ് ചെയ്ത് ഒരു റൈഡ് നമ്മൾ സ്പെൻഡ് ചെയ്തു. അടിപൊളി റൈഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു റൈഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ, ലവ് യു ഓൾ.